തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ആക്രമണം. നിരവധി പേർക്ക് പരിക്ക്. 7 പേർ പരിക്കുകളോടെ പേരൂർക്കട ആശുപത്രിയിൽ. റിപ്പോർട്ടിങ്ങിനിടെ ജനം TV സംഘത്തിന് നേരെയും തേനീച്ച ആക്രമണമുണ്ടായി. ക്യാമറമാൻ അനുജിന് തേനീച്ചയുടെ കുത്തേറ്റു. നിരവധി മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് നടത്തിയ ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്കിടയിലാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേർന്നുണ്ട്. ശ്രീനന്ദ, പരിക്കേറ്റവരുടെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മളിപ്പോൾ പേരൂർക്കട ആശുപത്രിയിലാണ് എല്ലാവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബോംബ് ഭീഷണി എന്ന പേരിൽ ഉദ്യോഗസ്ഥരെ കളക്ടറേറ്റിൽ നിന്ന് പുറത്തിറക്കിയതായിരുന്നു. എന്നാൽ പുറത്തിറക്കിയ ഉടൻ തന്നെ അവരെ തേനീച്ച ആക്രമിക്കുകയാണ് ഉണ്ടായത്. തേനീച്ച ആക്രമണത്തിൽ നിരവധി പേർ, 12-ലധികം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. എല്ലാവരെയും ഇപ്പോൾ പേരൂർക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നമ്മുടെ ക്യാമറാമാൻ, ജനം TV ക്യാമറാമാൻ അനൂജ് ഉൾപ്പെടെ നിരവധി മാധ്യമപ്രവർത്തകരാണ് ഇപ്പോൾ ചികിത്സ തേടി പേരൂർക്കട ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. പേരൂർക്കട ആശുപത്രിയിൽ ഇപ്പോൾ പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ഇവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ, കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും 12-ലധികം പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയ്ക്കായി എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ ക്യാമറാമാൻ ഉൾപ്പെടെ നിരവധി പേർ, റിപ്പോർട്ടർമാരും അതുപോലെ തന്നെ വിവിധ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കളക്ടറേറ്റ് ഇപ്പോൾ അടച്ചിട്ടേക്കുകയാണ്. കുറച്ച് നാളെ വീണ്ടും ജോലികൾ പുനർക്രമീകരിച്ച് നടത്തുമെന്നാണ് നമുക്ക് ജില്ലാ കളക്ടറിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. ഇവരുടെയും പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ നേരിട്ട് പേരൂർക്കട ആശുപത്രിയിൽ എത്തിയപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതും പരിക്കുകളൊന്നും ഗുരുതരമല്ല. പരിക്കുകളെല്ലാം പ്രാഥമിക പരിക്കുകളാണ്. എല്ലാത്തിനും അതിൻ്റെതായ ചികിത്സ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വിഷ്ണു, ശ്രീനന്ദ, ഒപ്പം എടുത്തു പറയേണ്ടത്, ഇവിടെ ഈ വർഷങ്ങളായാണ് ഇവിടെ ഈ ഒരു തേനീച്ച കൂട് ഉള്ളത്. ഒരു പക്ഷേ എന്തുകൊണ്ട് അധികൃതർ നേരത്തെ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല? അതിനാൽ തന്നെയല്ലേ ഈ ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറിയ സംഭവം ഉണ്ടായത്? ഈ കളക്ടറേറ്റ് തുടങ്ങിയ കാലം മുതൽ ഈ ഒരു തേനീച്ചക്കൂട് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവിടെയുള്ള മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ട് മുതൽ ഈ തേനീച്ചക്കൂട് ഇവിടെ ഉണ്ടായിരുന്നു. യാതൊരു നടപടികളും ഈ കൂട് മാറ്റാനായിട്ട് എടുത്തിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇവിടെയുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ അവർ നമ്മളോട് പറഞ്ഞു, തേൻ എടുക്കാൻ വേണ്ടിയിട്ട് വർഷം തോറും ആളുകൾ വരുന്നു, അല്ലാണ്ട് ഈ ഒരു കൂട് തകർക്കാനോ അല്ലെങ്കിൽ കൂട് നശിപ്പിക്കാനോ ഉള്ള യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഈ കൂട് ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമ്മളോട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുള്ളവരും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.